നമസ്കാരം. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ബൗളർമാരിൽ ഒരാളായ ആർ അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതിന്റെ ഞെട്ടലിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ. ഒരു ദശാബ്ദത്തിലേറെയായി ഇന്ത്യയുടെ പല വിജയങ്ങളിലും നിർണായകമായത് അശ്വിന്റെ പ്രകടനം കൊണ്ടായിരുന്നു. പ്രത്യേകിച്ച് ടെസ്റ്റിൽ ഓസ്ട്രേലിയയിൽ നടന്ന ഗാബ ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചതിന് പിന്നാലെയാണ് രവിചന്ദ്രൻ അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. പ്ലേയിങ് 11-ൽ ഇല്ലാതിരുന്ന അശ്വിൻ മത്സരം നിർത്തിയതിന് തൊട്ടു പിന്നാലെ വാർത്താ സമ്മേളനത്തിൽ വിരമിക്കൽ തീരുമാനം അറിയിക്കുകയായിരുന്നു. 2011 ലോകകപ്പ് നേടിയ ഏകദിന ടീമിൽ അശ്വിൻ അംഗമായിരുന്നു. സ്പിൻ ഇതിഹാസം അനിൽ കുംബ്ലെയ്ക്ക് ശേഷം ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിക്കറ്റ് നേടിയ ബൗളറാണ് ആർ അശ്വിൻ. അശ്വിന്റെ ആസ്തി, IPL ശമ്പളം എന്നിവ വിശദമായി നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. 2024 കണക്കനുസരിച്ച് അശ്വിന്റെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം $16 മില്യൺ. അതായത് ഇന്ത്യൻ രൂപ വരുമ്പോൾ ഏകദേശം 132 കോടി രൂപ. അന്താരാഷ്ട്ര ദേശീയ മത്സരങ്ങൾ, IPL ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് കരിയറിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഒരു പ്രധാന ഭാഗം വരുന്നത്. ഇതിന് പിന്നാലെ പരസ്യ വരുമാനങ്ങളിലൂടെയും വലിയൊരു തുക തന്നെ താരം സമ്പാദിക്കുന്നുണ്ട്. 2022-23 സീസണിൽ അശ്വിനെ BCCI ഗ്രേഡ് Aയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇത് പ്രകാരം അശ്വിന് വാർഷിക ശമ്പളമായി ലഭിച്ചിരുന്നത് 5 കോടിയോളം രൂപയാണ്. 2008-ൽ ചെന്നൈ സൂപ്പർ കിങ്സിലൂടെയാണ് അശ്വിന്റെ IPL യാത്ര ആരംഭിച്ചത്. എങ്കിലും 2010-ന് ശേഷമാണ് താരം ടൂർണമെന്റിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. 2016-ൽ CSKയുടെ സസ്പെൻഷന് ശേഷം റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കുകയായിരുന്നു. 2018-ൽ അശ്വിനെ കിങ്സ് 11 പഞ്ചാബ് 7,60,00,000 രൂപയ്ക്ക് സ്വന്തമാക്കി ക്യാപ്റ്റൻ സ്ഥാനവും നൽകിയിരുന്നു. 2024-ൽ 5 കോടി രൂപ പ്രതിഫലത്തിലാണ് അശ്വിൻ രാജസ്ഥാൻ റോയൽസിനായി കളിച്ചത്. 2025-ൽ അതായത് വരാനിരിക്കുന്ന IPL സീസണിൽ അശ്വിൻ വീണ്ടും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. മെഗാലയത്തിൽ 9,75,00,000 രൂപയ്ക്കാണ് CSK അശ്വിനെ റാഞ്ചിയെടുത്തത്. തന്റെ ആസ്തിയിലെ 84 കോടി രൂപയും IPLിലൂടെയാണ് താരം സ്വന്തമാക്കിയത്. കളിക്കളത്തിന് പുറത്ത് പരസ്യങ്ങളിലൂടെ വലിയൊരു തുക അദ്ദേഹം തന്റെ ആസ്തിയിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഒരു എൻഡോഴ്സ്മെന്റ് ഡീലിന് ഏകദേശം 4.5 കോടി രൂപ മുതൽ 5 കോടി രൂപയാണ് അദ്ദേഹം ഈടാക്കുന്നത്. സൂംഗാർ, മൂവ്, മിന്ത്ര, മന്ന ഹെൽത്ത്, ബോംബെ ഷേവിംഗ് കമ്പനി, ഓപ്പോ, അരിസ്റ്റോക്രാറ്റ ബാഗുകൾ, കോൾഗേറ്റ് എന്നിവയുമായി അശ്വിൻ സഹകരിക്കുന്നുണ്ട്. 2021-ൽ അദ്ദേഹം ചെന്നൈയിൽ ഒരു ആഡംബര വീട് വാങ്ങിയിരുന്നു. ഭാര്യ പൃഥ്വി അശ്വിനും 2 പെൺമക്കൾക്കുമൊപ്പമാണ് അശ്വിന്റെ താമസം. ചില റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കളിലും അദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ആഡംബര കാറുകളുടെ വലിയൊരു ശേഖരം തന്നെ താരത്തിനുണ്ട്. അശ്വിന്റെ കാർ ശേഖരത്തിൽ 6 കോടി രൂപ വിലമതിക്കുന്ന റോൾസ് റോയ്സും 93 ലക്ഷം രൂപ വിലയുള്ള ഔഡി Q7 ഉണ്ട്. 106 ടെസ്റ്റുകളിൽ നിന്ന് 24 ശരാശരിയിൽ 537 വിക്കറ്റുകളാണ് അശ്വിൻ നേടിയെടുത്തിട്ടുള്ളത്. 132 ടെസ്റ്റുകളിൽ നിന്നായി 619 വിക്കറ്റുകൾ നേടിയ അനിൽ കുംബ്ലെയാണ് ഇന്ത്യൻ വിക്കറ്റ് വേട്ടക്കാരിൽ അശ്വിന് മുന്നിലായുള്ളത്. ബൗളിംഗിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ 6 സെഞ്ചുറികളും 14 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 3503 റൺസാണ് അശ്വിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നായി നേടിയിട്ടുള്ളത്. ഇതോടെ 3000 റൺസും 300 വിക്കറ്റും പിന്നിട്ട 11 ഓൾറൗണ്ടർമാരിൽ ഒരാളായും അശ്വിൻ മാറുകയായിരുന്നു. ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ സീരീസ് അവാർഡുകൾ നേടിയ താരം എന്ന റെക്കോർഡിൽ മുത്തയ്യ മുരളീധരനൊപ്പമാണ് അശ്വിൻ ഉള്ളത്.